കൊച്ചി മാണി ബസാറിൽ സിമന്റ് ഇഷ്ടിക തലയിൽ വീണ് യുവതി മരിച്ചു. മുത്തക്കുന്നം സ്വദേശി ആര്യ അശോകനാണ് മരിച്ചത്. ബസ് കാത്തുനിന്ന യുവതിയുടെ തലയിലേക്ക് തൊട്ടടുത്തുള്ള കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് സിമന്റ് ഇഷ്ടിക വീഴുകയായിരുന്നു. പണിക്കാർ ഷീറ്റ് പറന്നു പോകാതിരിക്കാൻ വെച്ച ഇഷ്ടികയാണ് കാറ്റത്ത് പറന്നത്. ഷീന മാർട്ടിൻ ചേരുന്നു. എൻ്റെ വൈഫ് വൈകിട്ട് ജോലി കഴിഞ്ഞ വഴി പള്ളിപ്പുറം മാലങ്കര പാലത്തിൻ്റെ ഇറക്കിലാണ് ബസ് കാത്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ടൊരു കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഡ്രസ് വർക്കിൻ്റെ ഷീറ്റ് പറന്നു പോകാതിരിക്കാനായിട്ട് അതിൻ്റെ മീതെ കോൺക്രീറ്റ് കട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ്റും മഴയുണ്ടായിരുന്നു നല്ല രീതിയിൽ. ആ മഴയത്ത് ആ ഷീറ്റ് കാറ്റത്ത് ഉയർന്നപ്പോൾ അത് താങ്ങാൻ വെച്ചിരുന്ന വെച്ചാൽ കട്ട തെറിച്ച് വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരുന്ന വൈഫിൻ്റെ തലയിൽ ഒന്ന് വീഴണ്ടായി. വലിയൊരു അശ്രദ്ധ കൊണ്ട് ഇപ്പോൾ ഒരു ജീവൻ തന്നെ പോകണേണ്. അതും നമ്മുടെ തെറ്റുകൊണ്ടല്ല, അവർ വളരെ സേഫായിട്ട് സൈഡിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷേ അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ളൊരു ഇതൊന്നും വന്നിട്ടില്ല. നമ്മളതുകൊണ്ട് തന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാണ്, അവിടുത്തെ ജോലിക്കാരും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും തമ്മിൽ. ഷീന മാർട്ടിൻ ചേരുന്നു വിവരങ്ങളുമായി. ഷീന, അത്യന്തം ദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ആര്യ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നതിനിടെയാണ് കുട്ടിയും കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമ്മയും കുഞ്ഞും കൂടെ ചൂടി ബസ് കാത്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് ഇത്തരത്തിലൊരു കോൺക്രീറ്റ് കട്ട തലയിലേക്ക് പതിക്കുന്നത്. തലയിലേക്ക് കോൺക്രീറ്റ് കട്ട പതിച്ചയുടനെ ആര്യ വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കുഞ്ഞിനും പരിക്ക് ഏറ്റിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ പരിക്ക് അത്രത്തോളം ഗുരുതരമായ പരിക്കായിരുന്നില്ല. ആര്യയുടെ തലയോട്ടിക്കായിരുന്നു ഇത്തരത്തിൽ പരിക്കേറ്റിരുന്നത്. പരിക്കേറ്റ ഉടനെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതിനുശേഷം എറണാകുളം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു പ്രധാനപ്പെട്ട ശസ്ത്രക്രിയയും കഴിഞ്ഞത്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ അവസ്ഥ ഗുരുതരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഉച്ചയോടുകൂടി തന്നെ ആര്യ മരണപ്പെടുകയും ചെയ്യുന്നത്. പലതവണ ഈ ടോമി എന്നയാളെ, അതായത് കെട്ടിടത്തിന്റെ ഉടമയെ പലതവണ ഈ കുടുംബം ബന്ധപ്പെടാൻ ശ്രമിച്ചു. അതേപോലെ പോലീസും ബന്ധപ്പെട്ടിരുന്നു. കേസ് പോലീസിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. മുനമ്പം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതും. പലതവണ ഈ കെട്ടിട ഉടമയെ ബന്ധപ്പെട്ടപ്പോഴൊക്കെയും പണിക്കാർ അശ്രദ്ധമായി വെച്ചതാണ് എന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കെട്ടിടം നനയാതിരിക്കാനായി ഷീറ്റ് വലിച്ചിട്ടിരുന്നു. ആ ഷീറ്റ് പറന്നു പോകാതിരിക്കാനായി കെട്ടിവെക്കുന്നതിന് പകരം അതിനു മുകളിൽ ഒരു കല്ല്, ഹോളോബ്രിക്സിന്റെ കട്ട എടുത്തു വെച്ചിരുന്നു എന്നാണ് പണിക്കാർ പറയുന്നത്. പക്ഷേ അങ്ങനെ മതിയെന്നാണ് ഉടമ പറഞ്ഞത് എന്നാണ് പണിക്കാരും ആവശ്യപ്പെടുന്നത്, അവരും അവകാശപ്പെടുന്നത്. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പഴിചാരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലതവണ ബന്ധുക്കൾ കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായ രീതിയിൽ ഉടമകളുമായി ബന്ധപ്പെടാൻ, അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒരു കൃത്യമായ ഉത്തരം ലഭിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായും അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ച ഒരു അപകടമാണിത്. അത്തരത്തിൽ മഴയും കാറ്റും ശക്തമായ സാഹചര്യത്തിൽ ഇത്തരം വെയിറ്റുകളുള്ള ഏകദേശം 30 അടിയോളമുള്ള കെട്ടിടമാണിത്. അതിനുള്ളിലെ 3-ാമത്തെ നിലയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു കല്ല് ഈ ആര്യയുടെ ദേഹത്തേക്ക്, തലയിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കൃത്യമായ അശ്രദ്ധ മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ലക്ഷ്മി പത്മ, ശരിയാണ്. അശ്രദ്ധ കാരണമാണ് അവിടെ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അപകടം. അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് അവിടെ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.